വിത്ത് ഗുണം 10 ഗുണം. വിത്തോടുകൂടിയുള്ള പഴങ്ങൾ. നമുക്ക് ചില വിത്തോടുകൂടിയ പഴങ്ങൾ കഴിച്ചിട്ട് അതിൻ്റെ ഗുണങ്ങൾ കൂടെ ഒന്ന് പരിശോധിക്കാം. വിത്തിൻ്റെ ഗുണങ്ങൾ. അപ്പോൾ നമ്മൾ ആദ്യം പൊട്ടിക്കാൻ പോകുന്നത് അത്തിപ്പഴമാണ്. അത്തിയുടെ ഉള്ളിൽ നിറയെ വിത്തുകളാണ്. കണ്ടോ, നല്ല മഞ്ഞ അത്തി, ഡയാന അത്തി. ഇവിടെയൊക്കെ ഫ്രൂട്ടുകൾ പാകമായി വരുന്നുണ്ട്. ഒരു 10-12ഓളം കായകൾ എനിക്ക് ഒറ്റ പ്ലാന്റിൽ നിന്ന് കിട്ടി. ഒരു പ്രത്യേക സ്മെല്ലൊക്കെ ഉണ്ട്. എനിക്കിവിടെ ടർക്കിഷ് ബ്രൗൺ അത്തിയുണ്ട്, അതും പാകമായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് പൊട്ടിച്ച് കഴിച്ചിട്ട് മറ്റ് വിത്തുകളുള്ള ഫ്രൂട്ടൂടെ കഴിച്ചിട്ട് നമുക്കിതിൻ്റെ ഗുണങ്ങൾ പരിശോധിക്കാം. വിത്തുകളിൽ ഒമേഗ 3 അടങ്ങിയിട്ടുണ്ട്. ഫൈബർ ധാരാളമുണ്ട്. അതുപോലെ പ്രോട്ടീൻസ് ഉണ്ട്, ആൻറ്റി ഓക്സിഡൻറ്റുകളുണ്ട്, പൊട്ടാഷ്യം, കാൽസ്യം ഇതൊക്കെ അടങ്ങിയിട്ടുണ്ട്. സമ്പന്നമാണ് ഈ അത്തിപ്പഴത്തിൽ വിത്തുകൾ. അപ്പോൾ നമുക്ക് ഇതൊന്ന് കഴിച്ചു നോക്കാം. ഇതിൻ്റെ ടേസ്റ്റും കൂടെ ഒന്ന് നോക്കാം. നല്ല തേനിങ്ങനെ ഒഴുകുന്നുണ്ട്, കണ്ടില്ലേ? നല്ല കളറാണ്, നിറയെ സീഡുകളാണ്. നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം. നല്ല മധുരം, ടേസ്റ്റുണ്ട്. അപ്പോൾ വിത്തുകൾ അതിൽ ധാരാളം ഒമേഗ 3 ഉണ്ട്, വൈറ്റമിൻസ് ഉണ്ട്, ഫൈബറുണ്ട്, അതുപോലെ പ്രോട്ടീൻസ് ഉണ്ട്. ഇതെൻ്റെ ടർക്കിഷ് ബ്രൗൺ അത്തിയാണ്. ടർക്കിഷ് ഇത് ഇച്ചിരി പഴുത്ത് അധികമായി പോയി. നിറയെ വിത്തുകളാണ് ടർക്കിഷ്. ഇപ്പം ഞാനിതൊന്ന് കഴിക്കുക. നല്ല മധുരമുണ്ട് കേട്ടോ. വിത്തുള്ള മറ്റ് ചില പഴങ്ങൾ കൂടി നമുക്കൊന്ന് കഴിക്കാം. നമ്മുടെ സ്വീറ്റ് ലൂബി വീണ്ടും പഴുത്തു തുടങ്ങി, നിറയെ കായ്കളാണ്. അപ്പോൾ ഞാനിതിൽ നിന്ന് ഓരെണ്ണം ഒന്ന് പൊട്ടിക്കുക. നമുക്കിതിൻ്റെ വിത്തും കൂടെ ഒന്ന് നോക്കിയിട്ട് ഒന്ന് കഴിച്ചു നോക്കാം. ഇങ്ങനെ പഴുത്ത് വന്നുകൊണ്ടിരിക്കുക. ഇവിടെയൊക്കെ സ്വീറ്റ് ലൂബി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നിറയെ കായ്കളാണ്. അപ്പോൾ നമുക്ക് സ്വീറ്റ് ലൂബി ഒന്ന് പൊട്ടിക്കാം. നിറയെ വിത്തുകളാണ്. ഇതെല്ലാം വിത്തുകളാണ്. അപ്പോൾ നമുക്ക് ഈ വിത്തോടുകൂടി ഒന്ന് കഴിച്ചു നോക്കാം. സ്വീറ്റ് ലൂബി നല്ല സൂപ്പർ ടേസ്റ്റ്, നല്ല മധുരമുണ്ട്. ആ വിത്തോടുകൂടി നമുക്ക് കഴിക്കാൻ പറ്റി. വിത്തുള്ള ഒരു പേരയ്ക്ക നമുക്കൊന്ന് കഴിച്ചു നോക്കാം. വിത്തുള്ള മറ്റൊരു ഫ്രൂട്ടാണ് പേരയ്ക്ക. ഇത് തായ്പിങ്കാണ്. ഡ്രമ്മിൽ നട്ടിരിക്കുന്ന ഒരു 3 വർഷമായിട്ടുള്ള പ്ലാന്റാണ്. നിറയെ പേരയ്ക്കയാണ്, കണ്ടല്ലേ? നിറയെ പേരയ്ക്കയാണ്. എനിക്കിവിടെ ആപ്പിൾ ഫ്ലവർ ചെയ്തിരിക്കുകയാണ്. ആപ്പിളിൻ്റെയും പേരയ്ക്കയുടെയും ഗുണങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. ഇതെൻ്റെ ആപ്പിളിൻ്റെ പ്ലാന്റാണ്. ഡോർസെറ്റ് എന്നുള്ള ആപ്പിൾ പ്ലാന്റാണ്. ഞാനിത് മൺചട്ടിയിലാണ് പ്ലാന്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ കഴിഞ്ഞ വർഷം ഫ്ലവർ ചെയ്തിരുന്നു. ഇപ്പോൾ ഇത് ഈ വർഷത്തെ ആദ്യത്തെ ഫ്ലവറിംഗ് ആണ്. ഈ പ്രാവശ്യം ആപ്പിൾ പിടിക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ആപ്പിൾ പിടിച്ചിരുന്നു, പക്ഷേ പാകമാകുന്നതിന് മുമ്പ് ചൂട് നിമിത്തം കൊഴിഞ്ഞുപോയി. എന്നാൽ ഈ പ്രാവശ്യം പിടിച്ചു കിട്ടുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു പ്രത്യാശ. നല്ല ഭംഗിയുണ്ട് ആപ്പിളിൻ്റെ പൂക്കൾ കാണാനായിട്ട്. ഇപ്പോൾ തണുപ്പുള്ളത് കൊണ്ട് ഒരു പ്രതീക്ഷയുണ്ട്. ആൻ ആപ്പിൾ എ ഡേ എന്നാണല്ലോ പറയുന്നത്. ഒരു ദിവസം ഒരാപ്പിൾ കഴിച്ചാൽ അത് ആരോഗ്യത്തിന് ഗുണകരമാണെന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ നമ്മുടെ പേരയ്ക്കയും ഈ ആപ്പിളും തമ്മിൽ നമുക്കൊന്ന് താരതമ്യം ചെയ്ത് നോക്കാം. പേരയ്ക്കയിൽ വിറ്റാമിൻ സി 76% ഉണ്ട്. ആപ്പിളിലുള്ളത് 15% മാത്രമാണ്. വിറ്റാമിൻ എ പേരയ്ക്കയിൽ 37%, എന്നാൽ ആപ്പിളിലുള്ളത് 3.2% ആണ്. അതുപോലെ വൈറ്റമിൻ ഇ 15% പേരയ്ക്കയിലുള്ളപ്പോൾ ആപ്പിളിലുള്ളത് 3.6% മാത്രമാണ്. വിറ്റാമിൻ B1 17% പേരയ്ക്കയിലുള്ളപ്പോൾ ആപ്പിളിലുള്ളത് 4.3% ആണ്. വിറ്റാമിൻ B2 9.2% പേരയ്ക്കയിലുള്ളപ്പോൾ ആപ്പിളിലുള്ളത് 6% മാത്രമാണ്. വിറ്റാമിൻ B3 20% ആണ് പേരയ്ക്കയിലുള്ളത്. ആപ്പിളിൽ 1.7% മാത്രമാണ്. വൈറ്റമിൻ B5 പേരയ്ക്കയിലുള്ളത് 27% ആണ്. ആപ്പിളിലുള്ളത് 3.7 ആണ്. അതുപോലെ
വൈറ്റമിൻ B6 25% ആണ് പേരയ്ക്കയിലുള്ളത്. ആപ്പിളിലുള്ളത് 9.5% മാത്രമാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ പേരയ്ക്കയാണ് ദിവസം കഴിക്കേണ്ടത് എന്ന് നമുക്ക് തിരുത്തി പറയേണ്ടി വരും. ഇനി നമുക്ക് പേരയ്ക്ക ഒന്ന് കഴിച്ചിട്ട് പേരയ്ക്കയിൽ അടങ്ങിയിരിക്കുന്ന മറ്റു ഗുണങ്ങൾ കൂടെ ഒന്ന് പരിശോധിക്കാം. പോഷകങ്ങളാൽ സമ്പന്നമായ ഒരു പേരയ്ക്ക രാവിലെ നമ്മൾ കഴിക്കാൻ പോവുക. പേരയ്ക്ക നമുക്കൊന്ന് കട്ട് ചെയ്യാം. നിറയെ സീഡുകളുണ്ട്. ഫൊളേറ്റ് 37% പേരയ്ക്കയിലുള്ളപ്പോൾ ആപ്പിളിൽ 2.3 മാത്രമേ ഉള്ളൂ. അതുപോലെ മാംഗനീസ് 20% ആണ് പേരയ്ക്കയിലുള്ളത്, ആപ്പിളിൽ 4.6%. കോപ്പർ 77% പേരയ്ക്കയിലുള്ളപ്പോൾ ആപ്പിളിൽ 9% മാത്രമാണ്. പൊട്ടാസ്യം 37% പേരയ്ക്കയിലുള്ളത്, ആപ്പിളിൽ 9.4%. ഫോസ്ഫറസ് 17% പേരയ്ക്കയിലുള്ളപ്പോൾ 4.7 മാത്രമാണ് ആപ്പിളിലുള്ളത്. സിങ്ക് 6.3% ആണ് പേരയ്ക്കയിലുള്ളത്, അതുപോലെ ആപ്പിളിലുള്ളത് 1.1%. അയൺ 9.8% ആണ് പേരയ്ക്കയിലുള്ളത്, എന്നാൽ ആപ്പിളിലുള്ളത് 4.5 മാത്രമാണ്. എല്ലാ ദിവസവും ഒരു പേരയ്ക്ക നമ്മൾ കഴിച്ചാൽ അത് നമ്മുടെ ശരീരത്തിന് വളരെ ഗുണകരമാണ്. മാത്രമല്ല നമ്മുടെ കാലാവസ്ഥയിൽ നന്നായിട്ട് പേരയ്ക്ക ഉണ്ടാവും. ഇപ്പോൾ ഈ തായ് പിങ്ക് പേരകൾ നിറയെ പേരയ്ക്കയാണ്. ഇതിൻ്റെ പാകിസ്ഥാൻ ലെമണാണ്. അപ്പോൾ നമുക്കിനി ലെമണും പേരയ്ക്കയും തമ്മിൽ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഒരു ലെമൺ നമുക്ക് പൊട്ടിക്കാം. ലെമണും പേരയ്ക്കയും തമ്മിലൊന്ന് താരതമ്യം ചെയ്ത് നോക്കാം. വൈറ്റമിൻ സി 228.3 mg പേരയ്ക്കയിലുണ്ട്. ലെമണിലുള്ളത് 50 mg മാത്രമാണ്. വൈറ്റമിൻ ഇ പേരയ്ക്കയിലുള്ളത് 0.73 mg ആകുമ്പോൾ ലെമണിലുള്ളത് 0.15 mg ആണ്. വൈറ്റമിൻ B3 1.084 ആണ് പേരയ്ക്കയിലുള്ളത്, ലെമണിലുള്ളത് 0.280 ആണ്. ഫോസ്ഫറസ് 40 mg ആണ് പേരയ്ക്കയിലുള്ളത്, പേരയ്ക്കയിൽ 40 mg ആണ്. നാരങ്ങയിലുള്ളത് 14 mg ആണ്. പൊട്ടാസ്യം പേരയ്ക്കയിലുള്ളത് 817 mg ആണ്, ലെമണിലുള്ളത് 181 mg ആണ്. ഫൈബർ 5.4 ആണ് പേരയ്ക്കയിലുള്ളത്, ലെമണിലുള്ളത് 2.4. മഗ്നീഷ്യം 22 mg ആണ് പേരയ്ക്കയിലുള്ളത്, ലെമണിലുള്ളത് 10 mg മാത്രമാണ്. അതുപോലെ നമ്മുടെ ഫാഷൻ ഫ്രൂട്ട്, കിവി ഫ്രൂട്ട്, അങ്ങനെ സീഡുകൾ ഉള്ള ഫ്രൂട്ടുകൾ ധാരാളമുണ്ട്. അതുപോലെ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട്, ഇതിലൊക്കെ ധാരാളം സീഡുകളുണ്ട്. സീഡോടുകൂടി കഴിക്കാവുന്ന ഫ്രൂട്ടുകൾക്ക് പ്രത്യേകമായിട്ടുള്ള ഗുണങ്ങളുണ്ട്. സീഡിന് പലവിധമായിട്ടുള്ള പോഷക ഗുണങ്ങളുണ്ട്. ഇത് നല്ല സീഡുള്ള മറ്റൊരു ഫ്രൂട്ടാണ്, ബ്ലാക്ക്ബെറി ജാം ഫ്രൂട്ട് എന്ന് പറയും. ചെറിയൊരു ഫ്രൂട്ടാണ്, പക്ഷേ നിറയെ സീഡുകളുണ്ട്. ഒരു കാഡ്ബറിയുടെ ഒരു ടേസ്റ്റ് ഇതിന് ചെറുതായിട്ടുണ്ട്. നമുക്കിതൊന്ന് പൊട്ടിച്ച് ഇതൊന്ന് കഴിച്ചു നോക്കാം. നിറയെ ഉണ്ടാകും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇവിടെ നിറയെ ഉണ്ടായിട്ടുണ്ട്, ഇവിടെയൊക്കെ നിറയെ ഉണ്ടാകുന്നുണ്ട്. എനിക്ക് എന്തായാലും ഇഷ്ടമുള്ളൊരു ഫ്രൂട്ടാണിത്. അപ്പോൾ നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം. ബ്ലാക്ക്ബെറി ജാം ഫ്രൂട്ട് നമ്മൾ പൊട്ടിച്ചു. ഇതിങ്ങനെ കണ്ടില്ലേ, നിറയെ സീഡുകളാണ്, ഇതെല്ലാം സീഡാണ്. കണ്ടില്ലേ, ചെറിയൊരു പൾപ്പോട് കൂടി നിറയെ സീഡുകളാണ്. ഇതെല്ലാം സീഡാണ്, നിറച്ച് പൾപ്പാണത്. ബ്ലാക്ക്ബെറി ജാം ഫ്രൂട്ട്. അപ്പോൾ ബ്ലാക്ക്ബെറി ജാം ഫ്രൂട്ട് ഞാൻ കഴിക്കുകയാണ്. കണ്ടില്ല, നിറയെ സീഡാണ്, അതിൽ പൾപ്പുണ്ട്. അപ്പോൾ ആ പൾപ്പും സീഡോട് കൂടി ഞാൻ കഴിക്കുക. നിറയെ സീഡ്, പൾപ്പ്, ചെറിയൊരു കാഡ്ബറി ടേസ്റ്റ് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ട ഒരു ഫ്രൂട്ടാണിത്. നിറയെ സീഡുണ്ടല്ലോ. ഇനി നമുക്ക് പ്രകൃതിയുടെ വെണ്ണ എന്ന് പറയപ്പെടുന്ന അവക്കാഡോയുടെ ഗുണങ്ങളൊന്ന് പരിശോധിക്കാം. ഇത് പോഷക ഗുണങ്ങളുടെ പവർ ഹൗസാണ് അവക്കാഡോ. നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് അത്യുത്തമമാണ് അവക്കാഡോ. ധാരാളം
ആരോഗ്യകരമായ കൊഴുപ്പുകൾ, വിറ്റാമിനുകൾ, ധാതുക്കൾ ധാരാളം അടങ്ങിയിരിക്കുന്ന ഒന്നാണ് അവക്കാഡോ. ഓലിക് ആസിഡിനാൽ സമ്പന്നമാണ് അവക്കാഡോ. ധാരാളം പൊട്ടാസ്യം, ഫോളേറ്റും ഇതിലടങ്ങിയിട്ടുണ്ട്. ശരീരത്തിലുണ്ടാകുന്ന നീർക്കെട്ട് മൂലം സന്ധിവാതം, അതുപോലെ ഹൃദയരോഗങ്ങൾ, ക്യാൻസർ, ഇതിനൊക്കെ ഒരു സാധ്യത പറയപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ശരീരത്തിലെ വീക്കം കുറയ്ക്കാൻ അവക്കാഡോ ഏറ്റവും മികച്ചതാണ്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഒരു അവക്കാഡോ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. എനിക്കിവിടെ 4-5ഓളം വെറൈറ്റികളുണ്ട്. 3-ാം വർഷം കായ്ക്കുന്ന ഇനങ്ങളാണ് ഇതൊക്കെ. നമ്മൾ അവക്കാഡോ പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ അവക്കാഡോ കഴിക്കാനായിട്ട് കഴിയും. വളരെ നല്ല ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു ഫ്രൂട്ടാണ് അവക്കാഡോ. നല്ല ടേസ്റ്റുള്ള ഇനങ്ങളൊക്കെ ഇന്ന് നമുക്ക് ലഭ്യമാണ്. നമുക്ക് ഇതൊന്ന് കഴിക്കാം. വെണ്ണപ്പഴം എന്നറിയപ്പെടുന്ന അവക്കാഡോ നമുക്കൊന്ന് കഴിക്കാം. വെണ്ണയുടെ ടേസ്റ്റാണ്, മുട്ടയുടെ ഉണ്ണിയുടെ ടേസ്റ്റാണ്. നല്ല ടേസ്റ്റുള്ള അവക്കാഡോയാണ്. ഉണ്ടല്ലേ, നന്നായിട്ട് സ്കൂപ്പ് ചെയ്ത് പോരുന്നുണ്ട്. കംപ്ലീറ്റ് നമുക്ക് ഇതുപോലെ കഴിക്കാൻ കഴിയും. ഇത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചാണ്, എന്നിട്ടും നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിൽ നന്നായി വളരുന്ന ഇനങ്ങൾ നോക്കി അവക്കാഡോ, അതുപോലെ നല്ല പേരകൾ, അതുപോലെ ഇതുപോലെയൊക്കെ നന്നായിട്ടുണ്ടാകുന്ന അത്തികൾ, മറ്റ് സീഡുള്ള ഫ്രൂട്ടുകളൊക്കെ പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് ആവശ്യമുള്ള പോഷകഗുണമുള്ള ഫ്രൂട്ടുകൾ പറിച്ച് ഇതുപോലെ കഴിക്കാനായിട്ട് കഴിയും.